പുറത്ത് നല്ല മിസ്റ്റാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വാഗമണ്ണിലെ ടെൻറ്റ് സ്റ്റേ ക്യാമ്പിലാണ്. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ പശുപ്പാറ ടീ എസ്റ്റേറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ടെൻറ്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഒരു ബാലുചേട്ടൻ്റെ ടെൻറ്റ് ക്യാമ്പാണ്. ടെൻറ്റ് ലൈഫ് എന്നാണ് പേര് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഒരു ചെറിയ മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മിസ്റ്റി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. വലിയൊരു ഏലക്കാടിനെ നടുക്കാണ് ടെൻറ്റ് വരുന്നത്. 13 ടെൻറ്റുകളുണ്ട്. നമ്മുടെ ഡെക്കാത്തലോണിൻ്റെ 3 പേഴ്സൺ ടെൻറ്റുകളാണ്. ബാലുചേട്ടൻ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പശുപ്പാറ AVT ഫാക്ടറിയുടെ ടീ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. എന്ന് വാഗമണ്ണ് വന്നാലും ഈ ടീ ഫാക്ടറി ഔട്ട്ലെറ്റിൽ വന്നിട്ട് ഒരു ചായ കുടിക്കൽ പതിവാണ്. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന മല കണ്ടോ, അതാണ് കുരിശുമല. നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ കുരിശുമലയുടെ അടിവാരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബാക്ക് സൈഡിൽ കാണുന്ന വഴിയിലൂടെ മുകളിലേക്ക് പോകണം. നമുക്ക് കുരിശുമലയുടെ മുകളിലേക്ക് ചെല്ലാനായിട്ട് അവിടെ ഒരു ചർച്ചുണ്ട്. അതുപോലെ തന്നെ അതിന് ചുറ്റിപ്പറ്റിയുള്ള ആ പ്രകൃതിയുടെ ഭംഗി നല്ല രസമാണ്. ഒരാഴ്ചയായിട്ട് നമ്മുടെ ഈ കുരിശുമല നല്ല തിരക്കായിരുന്നു. ദുഃഖവെള്ളിയും ഈസ്റ്ററും അതിൻ്റെയൊക്കെ കോലാഹലങ്ങളിൽ പെട്ടിരിക്കുകയായിരുന്നു. ഒത്തിരി ടൂറിസ്റ്റുകളും ഒത്തിരി തീർത്ഥാടകരും ഈ കുരിശുമല തേടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുരിശുമല കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നമുക്കിവിടെ പ്രവേശനമുള്ളത്. ഒരാഴ്ചയായിട്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു. ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ഒത്തിരി തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കുരിശിൻ്റെ വഴി പോകാനായിട്ട് ഒത്തിരി ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പം ഏകദേശം തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് കുരിശുമല ഒന്ന് സമാധാനമായി വരുന്നേ ഉള്ളൂ. നല്ല കയറ്റാട്ടോ, ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ കുരിശിൻ്റെ വഴിയിൽ 4ാം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം സ്ഥലം വരെ നല്ല കുത്തനെയുള്ള കയറ്റായിരിക്കും. 7ാം സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ നിരപ്പാടുള്ള വഴിയാണ്. 7ാം സ്ഥലം വരെ കയറാൻ കുറച്ച് പാടാണ്. നമ്മളങ്ങനെ നടന്നേ 5ാം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ കാണുന്നുണ്ടോ, ആ 2 സ്ഥലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കയറ്റം ഉണ്ടാവില്ല. അവിടെ വരെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. നല്ല അടിപൊളി കാറ്റുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റ്. ഒരു സമാധാനമുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ നടന്ന് 6ാം സ്ഥലം കഴിഞ്ഞു. ഇനി ബാക്കോട്ട് ഇനി 7ാം സ്ഥലമുണ്ട്. 7ാം സ്ഥലം കഴിഞ്ഞിട്ടാണ് പിന്നെ നിരപ്പായിട്ടുള്ള വഴിയുള്ളൂ. അപ്പോൾ ഈ 6ാം സ്ഥലത്തിനും 7ാം സ്ഥലത്തിനും ഇടയ്ക്കുണ്ടല്ലോ, ഇത് അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇത്ര കയറ്റമുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം. സമയം ഇപ്പോൾ ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ തണുത്ത കാറ്റൊക്കെ ഏറ്റ് ഈ സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ പോയാൽ മതി കേട്ടോ. ഗൈസ്, ഈ കാണുന്ന കേട്ടോ നമ്മൾ പറഞ്ഞ 7ാം സ്ഥലം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ നിരപ്പായിട്ടുള്ള പ്രദേശമാണ്. വളരെ ഒത്തിരി കയറ്റമില്ലാത്ത പ്രദേശമാണ്. അപ്പോൾ ഇവിടം വരെയാണ് നല്ല കുത്തനെയുള്ള കയറ്റമുള്ളത്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് അങ്ങോട്ട് നടക്കുന്നത്.
ഈ ബാക്ക് സൈഡിൽ കണ്ട അങ്ങേയറ്റം വരെ നമുക്ക് നടക്കാനുണ്ട്. ഇതാ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ട ഇതാ കാണുന്ന കേട്ടോ നമ്മുടെ വാഗമൺ ടൗണ്. കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഭയങ്കര ചൂടും ഭയങ്കര വെയിലും ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 10ാം സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. 10ാം സ്ഥലത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തണലുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഇത് കണ്ടോ, ബാക്ക് സൈഡിൽ നമ്മുടെ വാഗമണിലെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നല്ലൊരു ഏരിയൽ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാവുന്നത്. കുറച്ച് ഭയങ്കര വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇനിയും ഒത്തിരി നടക്കാനുണ്ട്. കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ പള്ളി അടുത്താണെന്നേ തോന്നുള്ളൂ. പക്ഷേ നടന്നാലും എത്തില്ലാത്ത അവസ്ഥയാണ്. നമ്മളങ്ങനെ നടന്ന് 12ാമത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ 12ാമത്തെ സ്ഥലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചതിൻ്റെ ഒരു രൂപം കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ ആ പള്ളിയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുരിശുമലയുടെ മുകളിലുള്ള പള്ളി ഉണ്ടോ, ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കുരിശുമലയുടെ മുകളിലുള്ള പള്ളി. നമ്മൾ ആ വഴിയിൽ വെച്ച് കണ്ട പള്ളി. അമ്മേ ഗൈസ്, നമ്മളങ്ങനെ 13ാം സ്ഥലത്തിന് താഴെ നല്ല അതിൻ്റെ ആ സ്തൂപം നിൽക്കുന്നില്ലേ, അതിൻ്റെ അടിയിൽ കുറച്ച് തണലുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ഒരിടത്തും തണലില്ല. നല്ല അടിപൊളി വെയിലാണ്, പക്ഷെ നല്ല അടിപൊളി കാറ്റുമുണ്ട്, നല്ല തണുത്ത കാറ്റുമുണ്ട്. വെയിലത്തിരിക്കാൻ പറ്റില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഈ സ്തൂപത്തിൻ്റെ അടിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഒറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും അവസാനം നമ്മുടെ കുരിശുമല പള്ളിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് കുരിശുമല പള്ളി. ഏകദേശം 1904 ഈ പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് മുന്നേ ഒരു ചെറിയ പള്ളിയായിരുന്നു. 2016 കഴിഞ്ഞപ്പോൾ ഇത് പുതുക്കി പണിതും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ ഇവിടെ പള്ളി പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി സ്തൂപങ്ങൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒത്തിരി കുരിശു രൂപങ്ങളും ഒക്കെ കാണും. നമ്മുടെ ഫോണിലെ ചാർജ് തീർന്നു, അത് കാരണം ഞാൻ താഴത്തോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഐ ആം അഖിൽ, സൈനിങ് ഓഫ്.